ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക വരട്ടിയത് കൊണ്ടൊരു ചക്കയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇലയില്ലാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഇതിനായിട്ട് 1 കപ്പ് ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത്. ഈ ചക്ക വരട്ടിയതിൽ നെയ്യും ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുക. പിന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഇച്ചിരി ആയിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 1 കപ്പ് ചക്ക എടുത്തിട്ടുണ്ടെങ്കിൽ, ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് 1/2 കപ്പാണ് എടുക്കുന്നത്, അരിപ്പൊടി എടുക്കുന്നത്. കൂടുതൽ എടുത്തു കഴിയുമ്പോൾ ആ ചക്കയുടെ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നമുക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ബാറ്ററൊക്കെ റെഡിയായി. നമ്മൾക്ക് ഇലയുടെ പകരമായിട്ട് സിൽവർ ഫോയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ കോണാക്കി മടക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് മാവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾക്ക് ചെയ്തെടുക്കാം. ഇത് സിൽവർ ഫോയിൽ ആയതുകൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പായിട്ട് വരും. കറക്റ്റായിട്ടൊന്നും നിൽക്കില്ല, പക്ഷേ കുഴപ്പമില്ല, നമ്മൾക്ക് ഇലയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ കിട്ടിക്കോളും. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ആവി വയ്ക്കുകയാണ്. ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് വയ്ക്കാം. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷമാണ് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് എല്ലാം എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. നമ്മൾ അരിപ്പൊടിയൊന്നും അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇലയില്ലെങ്കിൽ നമ്മൾക്ക് ഇലയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.